ഹൈ ഓൾ ഗുഡ് ഈവനിങ്. ഇപ്പൊ നമ്മൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുവാണ്. മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ ഫസ്റ്റ് ഇന്നത്തെ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മിക്സ്ചർ എന്ന് പറഞ്ഞ ടോപ്പിക് ആയിരിക്കും. ഇപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ പാഠം പക്കയായിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മാത്സ് സിംപ്ലിഫൈ ചെയ്യുന്ന കാര്യങ്ങളൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഓർമ്മയുണ്ടാണ്. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പക്ക അല്ല എങ്കിൽ കൂടി നിങ്ങൾ സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് പിന്നീട് ഒന്നുകൂടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിലേക്കൂടെ വരണം, ഒന്നുകൂടെ നോക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. ഓൾറെഡി നിങ്ങൾ റേഷ്യോസ് എങ്ങനെയാണ്, കോമ്പിനേഷൻ എങ്ങനെയാണ്, റേഷ്യോസ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് മിക്സ്ചർ അലിഗേഷൻ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലായിരിക്കും നോക്കുക. അപ്പൊ ഫസ്റ്റ് മിക്സ്ചർ എന്നുള്ള ടോപ്പിക് കവർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അലിഗേഷനിലേക്ക്. യെസ്, ഓക്കെ. ശ്രദ്ധിച്ചോ, നമുക്ക് രണ്ട് ക്യാനുകൾ തന്നിട്ടുണ്ട്. ഒന്ന് എ എന്ന് പറഞ്ഞൊരു ക്യാനും അതേപോലെ രണ്ടാമത്തെ ക്യാൻ ബി എന്ന് പറഞ്ഞൊരു ക്യാൻ, അതേപോലെ സി എന്ന് പറഞ്ഞൊരു ക്യാൻ തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ ക്യാനിൽ എനിക്ക് മിൽക്ക് ഉണ്ട്, ബി എന്ന് പറഞ്ഞ ക്യാനിൽ എനിക്ക് വാട്ടർ ഉണ്ട്. ശ്രദ്ധിച്ചോ, എ എന്ന് പറഞ്ഞ ക്യാനിൽ എനിക്ക് മിൽക്ക് ഉണ്ട്, ബി എന്ന് പറഞ്ഞ ക്യാനിൽ എനിക്ക് വാട്ടർ ഉണ്ട്. എ എന്ന് പറഞ്ഞ ക്യാനിലുള്ള മിൽക്കിന്റെ എമൗണ്ട് ഒരു 20 ലിറ്ററും ബി എന്ന് പറഞ്ഞ ക്യാനിലുള്ള വാട്ടറിന്റെ എമൗണ്ട് ഒരു 80 ലിറ്ററും ആണെന്ന് ഓർക്കുക. 80 ലിറ്ററും ആണെന്ന് ഓർക്കുക. ഇനി എ എന്ന് പറഞ്ഞ ക്യാനിനെ ഞാൻ കംപ്ലീറ്റ്ലി സി എന്ന് പറഞ്ഞ ക്യാനിലേക്ക് ഒഴിക്കുന്നു മൊത്തത്തിൽ. അതായത് ഉള്ള 20 ലിറ്ററിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് ഒഴിക്കുന്നു. അതേപോലെ വാട്ടർ ബി എന്ന് പറഞ്ഞ ക്യാനിലുള്ള 80 ലിറ്റർ വാട്ടറിനെ ഞാൻ കംപ്ലീറ്റ്ലി സി എന്ന് പറഞ്ഞ ക്യാനിലേക്ക് ഫില്ല് ചെയ്യുന്നു, അല്ലെ? അപ്പോൾ ഇവിടെ എന്തൊക്കെ വരുന്നു, മിൽക്കും വരുന്നു, വാട്ടറും വരുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സി എന്ന് പറഞ്ഞ ക്യാനിലുള്ള മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്തായിരിക്കും? 20:80 ആയിരിക്കും. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും? 1:4 വരും. 1:4 വരും. ശരിയാണല്ലോ? 1:4 വരും. അപ്പം നമ്മൾ ചെയ്തത് എന്താ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്യാൻ എ എന്ന് പറഞ്ഞൊരു ക്യാൻ ഉണ്ട്, രണ്ടാമത്തെ ക്യാൻ ബി എന്ന് പറഞ്ഞൊരു ക്യാൻ ഉണ്ട്. രണ്ടിലുള്ള കമ്പോണൻസിനെ ഞാൻ മൂന്നാമതൊരു ക്യാനിലേക്ക് ഒഴിക്കുന്നു. മൂന്നാമതൊരു ക്യാനിലേക്ക് ഒഴിക്കുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി വെച്ച് ഞാൻ അതിന്റെ റേഷ്യോയിലേക്ക് എത്തി 1:4. 20:80 ആണ്. 20:80 ക്യാൻസൽ ഔട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഞാൻ എങ്ങനെ എത്തി? 1:4 എന്നുള്ള റേഷ്യോയിലേക്ക് എത്തി. അപ്പോ 1:4 എന്നുള്ള റേഷ്യോ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ അകത്തുള്ള മിൽക്കിന്റെയും വാട്ടറിന്റെ റേഷ്യോ 1:4 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ നിന്നും മൊത്തത്തിലുള്ള, എനിക്കറിയാം മൊത്തത്തിലുള്ളത് ഒരു 100 ലിറ്റർ ആണ്, അല്ലെ? 20 ലിറ്റർ മിൽക്കും 80 ലിറ്റർ വാട്ടറുമാണ്. അങ്ങനെ സി എന്ന് പറഞ്ഞ ക്യാനിൽ മൊത്തത്തിലുള്ളത് 100 ലിറ്റർ ആണ്. ഇനി ഞാൻ മറ്റൊരു ക്യാൻ ഡിയിലേക്ക് ഇതിൽ നിന്നും ഒരു 20 ലിറ്റർ എടുത്ത് ഒഴിക്കുകയാണ്. 20 ലിറ്റർ എടുത്ത് ഒഴിക്കുകയാണ്. ആ 20 ലിറ്റർ ഒഴിക്കുമ്പോൾ അത് മിൽക്കും വരും, വാട്ടറും വരും, മിൽക്കും വരും, വാട്ടറും വരും, അല്ലെ? ഒരേ സമയം മിൽക്കും ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. കാരണം ഓൾറെഡി ഈ സാധനം മിൽക്ക് പ്ലസ് വാട്ടർ ആണ് നമ്മുടെ സി എന്ന് പറഞ്ഞ എന്താ പറയാ, സി എന്ന് പറഞ്ഞ ക്യാനിലുള്ളത്. അതിൽ നിന്നും ഞാൻ ആ സൊല്യൂഷനിൽ നിന്നുമുള്ള 20 ലിറ്റർ എടുത്ത് എങ്ങോട്ടേക്ക് ഒഴിച്ചു? ഡി എന്ന് പറഞ്ഞ മറ്റൊരു ക്യാനിലേക്ക് ഒഴിച്ചു. അങ്ങനെയാണെങ്കിലും മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 1:4 തന്നെയായിരിക്കും. 1:4 തന്നെയായിരിക്കും. അതായത് 20 ലിറ്റർ സി എന്ന് പറഞ്ഞ ക്യാനിൽ നിന്ന് ഞാൻ എടുത്ത് ഡി എന്ന് പറഞ്ഞ ക്യാനിലേക്ക് ഒഴിച്ചു. അവിടെ വരുന്ന മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്തായിരിക്കും? 1:4 തന്നെയായിരിക്കും. അതേപോലെ ഇവിടെ മിച്ചം, ആ 20 ലിറ്റർ പോയി കഴിയുമ്പോൾ എനിക്ക് മിച്ചമുള്ള എത്രയാണ്? 80 ലിറ്റർ ആണ്. ആ 80 ലിറ്ററിൽ വരുന്ന മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്തായിരിക്കും? 1:4 തന്നെയായിരിക്കും. മിൽക്കിന്റെ വാട്ടറിന്റെ റേഷ്യോ 1:4 തന്നെയായിരിക്കും. ഇതാണ് മിക്സറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ്. മിക്സറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. എന്താണ് ആ പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് സാധനങ്ങളെ കംപ്ലീറ്റ്ലി മിക്സ് ചെയ്ത് നമ്മൾ മൂന്നാമതൊരു ക്യാനിലേക്ക് എടുക്കുന്നു. ആ മൂന്നാമതൊരു ക്യാൻ, ഇവിടുത്തെ കേസിൽ മിൽക്കും വാട്ടറും ഉണ്ട്, രണ്ടുകൂടെ മിക്സ്ചർ ആണ് വരിക, രണ്ടുകൂടെ ഉള്ള മിക്സ്ചർ ആണ് വരിക. ഈ മിക്സ്ചറിലുള്ള മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ അല്ലെങ്കിൽ അനുപാതം എന്ന് പറയുന്നത് 1:4 ആണ്. അപ്പൊ ആ റേഷ്യോ 1:4 ആണെങ്കിൽ ഇനി ഇതിൽ നിന്നും മൊത്തത്തിലുള്ളതിൽ നിന്നും ഞാൻ പുറത്തേക്ക് എത്രയോ എടുത്ത് മാറ്റുന്നു, 20 ലിറ്റർ എടുത്ത് മാറ്റുന്നു. ഇവിടുത്തെ കേസിൽ ഞാൻ പറഞ്ഞു, അല്ലെ? ആ 20 ലിറ്റേഴ്സ് എടുത്ത് മാറ്റുന്നു. ആ 20 ലിറ്റേഴ്സ് എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ മിച്ചമുള്ളത് എത്രയാണ്? 80 ലിറ്റർ ആണ്. ആ 80 ലിറ്ററിലുള്ള മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്തായിരിക്കും? 1:4 തന്നെയായിരിക്കും. ആദ്യം ഉണ്ടായിരുന്ന റേഷ്യോ തന്നെയായിരിക്കും, 1:4 തന്നെയായിരിക്കും. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. ഇനി പുതുതായിട്ട് ആ 20 ലിറ്റർ കൊണ്ട് ഞാൻ മറ്റൊരു ക്യാനിലേക്ക് ഒഴിക്കുന്നു. അതിൻ്റെ അകത്തുള്ള മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്തായിരിക്കും? 1:4 തന്നെയായിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയാനുള്ളത്. ഇൻ എ മിക്സ്ചർ റേഷ്യോ ഈസ് മെയിൻറ്റെയിൻഡ്. റേഷ്യോ മെയിൻറ്റെയിൻഡ് ആണ്, റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്.
അപ്പൊ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. The ratio of milk and water in 4 containers, എല്ലാം previous year questions ആണ്, അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. The ratio of milk and water in 4 containers are 5:3, 2:1, 3:2 and 7:4 respectively. In which container is the quantity of milk relative to water minimum? 4 കണ്ടെയ്നേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 4 കണ്ടെയ്നേഴ്സിലുമുള്ള മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മിൽക്കിന്റെ ക്വാണ്ടിറ്റി വാട്ടറിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവായിരിക്കുന്നത് ഏത് കണ്ടെയ്നറിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലെ. നോക്കിക്കേ, എല്ലാത്തിലും മിൽക്ക് ഈസ് ടു വാട്ടർ റേഷ്യോ വന്നിട്ടുണ്ട്. മിൽക്ക് ഈസ് ടു വാട്ടർ റേഷ്യോ ഒന്നാമത്തെ കണ്ടെയ്നറിൽ എന്താണ്? 5:3 ആണ്, 5/3 ആണ്. രണ്ടാമത്തെ കണ്ടെയ്നറിൽ 2:1 ആണ്, 2/1 ആണ്. മൂന്നാമത്തെ കണ്ടെയ്നറിൽ 3:2 ആണ്, 3/2 എന്ന് എഴുതാം. നാലാമത്തെ കണ്ടെയ്നറിലോ 7/4 ആണ്, 7:4 ആണ് അല്ലെ. 4 കണ്ടെയ്നേഴ്സ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും മിൽക്ക് കുറവ്, വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിൽക്ക് ഏറ്റവും കുറവ് ഏതിലാ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഇത്രയും ചെറിയ ഫ്രാക്ഷൻസ് ആയതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. സോൾവ് ചെയ്തിട്ട് ഏറ്റവും ചെറിയ വാല്യൂ വരുന്ന ഏത് ഫ്രാക്ഷൻ ആണെന്ന് നോക്കുക. നോക്കിക്കേ, ഉദാഹരണം 2/1, ആൻസർ എത്രയാ വരിക? 2. റേഷ്യോ സോൾവ് ചെയ്തപ്പോ എനിക്ക് 2 വന്നു അല്ലെ. 5/3 എത്ര വരും? അപ്രോക്സിമേറ്റ്ലി 1.66 വരും. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 5/3 ചെയ്ത് നോക്കുമ്പോൾ 1.66 വരും അല്ലെ. 3/2 ചെയ്ത് നോക്കുമ്പോൾ എത്ര വരും? 3/2 എത്ര വരിക? 1.5 വരും, 1.5 വരും അല്ലെ. 7/4 ആണെങ്കിലോ, 7/4 ആണെങ്കിൽ 1.7 വരും, 1.7 വരും. ഓക്കെ ആണല്ലോ. അപ്പൊ മിൽക്ക് വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഏറ്റവും ഇൻ വിച്ച് കണ്ടെയ്നർ റിലേറ്റീവ് ടു വാട്ടർ മിനിമം, മിൽക്കിന്റെ ക്വാണ്ടിറ്റി ഏറ്റവും കുറവ് വെള്ളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ഈ ഡെസിമൽസിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. റേഷ്യോ പ്രകാരം ഡെസിമൽസിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഡെസിമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്തോ, ഏതാണ് ഏറ്റവും ചെറിയ ഡെസിമൽ വരിക? ഏറ്റവും ചെറിയ വാല്യൂ 1.66 ആണോ, 2 ആണോ, 1.5 ആണോ, 1.7 ആണോ? എസ്, സി ആണ് വരിക. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി, തേർഡ് ആണ്. ഓപ്ഷൻ സി, തേർഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇത് പ്രീവിയസ് ഇയർ അല്ല, ഇത് ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോ 4 കണ്ടെയ്നറിലുള്ള മിൽക്കിന്റെയും വാട്ടറിന്റെയും റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഏതിലാണ് മിൽക്ക് വെള്ളത്തിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇൻ വിച്ച് കണ്ടെയ്നർ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് റിലേറ്റീവ്, വെള്ളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിൽക്കിന്റെ ക്വാണ്ടിറ്റി ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാക്ഷനെ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രാക്ഷനെ കമ്പയർ ചെയ്യുക, അത് മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഫ്രാക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടും 3/2 ആണ് ഏറ്റവും റിലേറ്റീവ് ആയിട്ട് കുറഞ്ഞ ഫ്രാക്ഷൻ, അതാണ് ആൻസർ വരിക. അത് ഏത് കണ്ടെയ്നറിലാ? തേർഡ് കണ്ടെയ്നർ, ഓപ്ഷൻ സി. ഓപ്ഷൻ സി, തേർഡ് കണ്ടെയ്നർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇൻ 30 liters ഓഫ് മിക്സ്ചർ ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ, the ratio of acid and water is 2:3. The ratio of acid and water is 2:3. What amount of water should be added to the mixture so that the ratio of acid and water becomes 2:5? ഒന്നുകൂടെ പറയാം. In 30 liters of mixture of acid and water, ആസിഡിന്റെയും വാട്ടറിന്റെയും ഒരു മിക്സ്ചർ ഉണ്ട്. ആസിഡിന്റെയും വാട്ടറിന്റെയും മിക്സ്ചറിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 30 liters ആണ്. 30 liters ആണ്. ഇതിലുള്ള ആസിഡിന്റെയും വാട്ടറിന്റെയും റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ what amount of water should be added to the mixture so that the ratio of acid and water becomes 2:5? ആസിഡ് ആൻഡ് വാട്ടറിന്റെ റേഷ്യോ 2:5 ആകണമെങ്കിൽ എത്രയോ വാട്ടർ ഇതിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടണം. ആ ആഡ് ചെയ്യപ്പെടേണ്ട വാട്ടറിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? അതാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ആഡ് ചെയ്യപ്പെടേണ്ട വാട്ടറിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്? അതാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കേ, എനിക്ക് തന്നിരിക്കുന്ന പ്രകാരം വെള്ളമാണ് ആഡ് ചെയ്യപ്പെടുന്നത്, അതായത് വാട്ടർ ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. വാട്ടർ ആഡ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് സൊല്യൂഷനിലുമുള്ള ആസിഡിന്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ആസിഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ആസിഡിന്റെ വാല്യൂ ഇവിടത്തെ തന്നിരിക്കുന്ന രണ്ട് റേഷ്യോസ് പ്രകാരം 2 റേഷ്യോ ആണ്. താഴത്തെ റേഷ്യോയിലും 2 റേഷ്യോ ആണ്. അപ്പൊ രണ്ടിടത്ത് സെയിം ആണ്. ആസിഡ് ഒഴിക്കുന്നുണ്ടോ? ഇല്ല. ആസിഡ് ആഡ് ചെയ്യുന്നില്ല. അപ്പൊ ആസിഡിന്റെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്.
ആസിഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് അല്ലാത്ത പക്ഷമാണ് നിങ്ങൾക്ക് റേഷ്യോയിൽ തന്നിരിക്കുന്നതെങ്കിൽ ആസിഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആകണം, കാരണം ആസിഡ് ആഡ് ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ആസിഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ജസ്റ്റ് എന്താ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പറഞ്ഞ ആഡ് ചെയ്യപ്പെടുന്നത് എത്രയാണെന്ന് നോക്കാം. ആഡ് ചെയ്യപ്പെടുന്നത് എത്രയാ? 3:5 ആയി. 3:5 ആയെന്ന് ഡയറക്ട്ലി എനിക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ, ആസിഡിന്റെ വാല്യൂ റേഷ്യോ പ്രകാരം, ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ പ്രകാരം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 3:5 ആയെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ 2 റേഷ്യോ ആയിരിക്കും ആഡ് ചെയ്യപ്പെട്ടത്. ഇനി എനിക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്താ? എനിക്ക് തന്നിരിക്കുന്ന വാല്യൂ ഇനീഷ്യൽ ആയിട്ടുള്ള മിക്സ്ചറിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ആയിട്ടുള്ള മിക്സ്ചറിന്റെ എമൗണ്ട് എത്രയാണ്? 30 ലിറ്റർ ആണ്. ഇനീഷ്യൽ ആയിട്ടുള്ള മിക്സ്ചറിന്റെ എമൗണ്ട് 30 ലിറ്റർ ആണ്. റേഷ്യോ പ്രകാരം ഇനീഷ്യൽ ആയിട്ടുള്ള മിക്സ്ചറിന്റെ ടോട്ടൽ എമൗണ്ട് എത്ര വരണം? 5 റേഷ്യോ വരണം അല്ലെ? ഇനീഷ്യൽ ആയിട്ടുള്ള മിക്സറിന്റെ ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത് ആസിഡ് 2 റേഷ്യോയിലും വെള്ളത്തിന് 3 റേഷ്യോ ആണ്. ഇപ്പൊ 3ഉം 2ഉം കൂടെ കൂട്ടി ഇനീഷ്യൽ ആയിട്ട് വരേണ്ടത് 5 റേഷ്യോ ആണ്. 5 റേഷ്യോ 30 ലിറ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു റേഷ്യോ എത്രയായിരിക്കും? 6 ലിറ്റർ ആയിരിക്കും. ഒരു റേഷ്യോ 6 ലിറ്റർ ആയിരിക്കും അല്ലെ? ഇത്രയായെങ്കിൽ എനിക്ക് ആൻസറിലേക്ക് എത്തിക്കൂടെ? എനിക്ക് എന്ത് റേഷ്യോ കണ്ടുപിടിക്കണ്ടേ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 2 റേഷ്യോ ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 2 റേഷ്യോ ആണ്. 2 റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? 2 റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു റേഷ്യോ 6 ലിറ്റർ ആണെങ്കിൽ 2 റേഷ്യോയുടെ വാല്യൂ 2 ഗുണം 6 ആണ്. ഓപ്ഷൻ ബി വരും. എത്രയാ വരിക? യെസ്, ഓപ്ഷൻ ബി 12 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി 12 ആണ് ആൻസർ ആയിട്ട് വരിക. 12 ലിറ്റർ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? ഇവിടെ ഡയറക്ട്ലി ഞാൻ ഇട്ട് ഇക്വേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് എനിക്ക് ഡയറക്ട്ലി ഇക്വേഷൻ പോസിബിൾ ആയത്? ആസിഡ് ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നില്ല. ആ പോയിന്റ് വിട്ടുപോകരുത്. ആസിഡ് ആഡ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ആസിഡിന്റെ വാല്യൂ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ 2 റേഷ്യോയിലും കിടക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഡയറക്ട്ലി ആഡ് ചെയ്യാം. അപ്പോൾ ആസിഡിന്റെയും വെള്ളത്തിന്റെയും മൊത്തത്തിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 30 ലിറ്റർ ആണ്. ഫസ്റ്റ് സൊല്യൂഷനിലുള്ള 30 ലിറ്റർ ആണ്. റേഷ്യോ പ്രകാരം അത് ശരിക്കും 5 ആണ്. അപ്പൊ 5 എന്ന് പറയുന്നത് 30 ആണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 2 യൂണിറ്റിന്റെ വാല്യൂ ആഡ് ചെയ്യപ്പെടുന്ന എത്രയാ? 2 യൂണിറ്റ് ആണ്. ഈ ആഡ് ചെയ്യപ്പെടുന്ന 2 യൂണിറ്റ് എന്താണ്? വാട്ടർ ആണ് അല്ലെ? അതാണ് നമ്മൾ റേഷ്യോ പ്രകാരം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആഡ് ചെയ്യപ്പെടുന്ന 2 യൂണിറ്റ് വാട്ടർ ആണെങ്കിൽ 2 യൂണിറ്റിന്റെ വാല്യൂ 2 ഗുണം 6 എത്രയാണ്? 12 ലിറ്റർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യണേ. 1-2 പേര് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, യെസ്. അപ്പൊ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം ഒരു അലോയിയുടെ ചോദ്യമാണ്. അലോയ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മിശ്രിതമാണ്. എന്തിന്റെയൊക്കെ? സോളിഡ്, 2 സോളിഡുകളുടെ മിശ്രിതമാണ് അല്ലെ? സിങ്കിന്റെയും കോപ്പറിന്റെയും മിശ്രിതമാണ് ഇവിടെ തന്നിരിക്കുന്നത്. സിങ്ക് ആൻഡ് കോപ്പർ ആർ ഇൻ ദ റേഷ്യോ 5:3 in 200 gram ഓഫ് ആൻ അലോയ്. ഒരു അലോയ് 200 gram ഓഫ് അലോയ്, അതിലുള്ള സിങ്കിന്റെയും കോപ്പറിന്റെയും അനുപാതം എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 5:3 ആണ്. ഹൗ മച്ച് ഗ്രാംസ് ഓഫ് കോപ്പർ ബി ആഡഡ്? ആഡ് ചെയ്യപ്പെടുന്ന എന്താ? കോപ്പർ ആണ്. കോപ്പർ എത്രയോ ആഡ് ചെയ്യപ്പെടുന്നു. കോപ്പർ എത്രയോ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ റേഷ്യോ എന്തായിട്ട് മാറുന്നു? 3:5 ആയിട്ട് മാറുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് തിരിച്ചിങ്ങി വന്നേ, ശ്രദ്ധിച്ചേ. ഇവിടെ സിങ്ക് ഈസ് ടു കോപ്പറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ആ സിങ്ക് ഈസ് ടു കോപ്പർ എന്നുള്ള അലോയിലേക്ക് പിന്നീട് ആഡ് ചെയ്യപ്പെടുന്നത് കോപ്പറാണ്. പിന്നീട് ആഡ് ചെയ്യപ്പെടുന്ന കോപ്പറാണ്. കോപ്പറാണ് ആഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സിങ്കിന്റെ റേഷ്യോ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. പക്ഷെ സിങ്കിന്റെ റേഷ്യോ ഇവിടെ കോൺസ്റ്റന്റ് ആണോ? ഇവിടെ കോൺസ്റ്റന്റ് അല്ല. ഇവിടെ കോൺസ്റ്റന്റ് അല്ല. നോക്കിയേ, സിങ്കിന്റെ റേഷ്യോ മുകളിൽ 5ഉം താഴെ 3ഉം ആണ്. ഇവിടെ കോൺസ്റ്റന്റ് അല്ല. കോൺസ്റ്റന്റ് അല്ലാത്തതിനെ ഞാൻ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആക്കണം. എന്നാൽ മാത്രമേ എനിക്ക് റേഷ്യോ ഇക്വേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ അല്ലെ? നോക്കിക്കേ, എങ്ങനെയാണ് ഞാൻ കോൺസ്റ്റന്റ് ആക്കുക? എങ്ങനെയാണ് ഞാൻ കോൺസ്റ്റന്റ് ആക്കുക? ശ്രദ്ധിച്ചോ. 3:5. എനിക്ക് സെയിം ആക്കാൻ വേണ്ടി മുകളിലത്തെ റേഷ്യോനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. താഴത്തെ റേഷ്യോനെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ? 5ഉം 3ഉം കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. ആ റേഷ്യോ സെയിം ആക്കാൻ വേണ്ടി ഞാൻ അതിനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നോക്കിക്കോ, ഫസ്റ്റ് റേഷ്യോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിങ്ക് ഈസ് ടു കോപ്പറിന്റെ പുതിയ റേഷ്യോ എന്ത് വരും? 15:9 വരും. ഫസ്റ്റ് റേഷ്യോ 5:3 ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ സാധനം 3:5 ഞാൻ മൊത്തത്തിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5 3s are 15 വരും. 5 5s are 25 വരും. 5 5s are 25 വരും. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് എന്താ? ആദ്യം ഉണ്ടായിരുന്ന അലോയിയുടെ എത്രയാണ് തന്നിരിക്കുന്നത്? 200 gram ആണ് മൊത്തത്തിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. സിങ്ക് ആൻഡ് കോപ്പർ ആറിന്റെ റേഷ്യോ 5:3 in 200 gram ഓഫ് ആൻ അലോയ്. ഒരു അലോയിലുള്ള സിങ്കിന്റെയും കോപ്പറിന്റെ റേഷ്യോ 5:3 ആണ്. മൊത്തത്തിലുള്ള എത്രയാണ്? 200 gram ആണ്.
ഇനി 200 ഗ്രാം എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ളത് റേഷ്യോ പ്രകാരം എത്രയാണ്? റേഷ്യോ പ്രകാരം 15-9 എത്രയാണ്? 24 15-9 എത്രയാണ്? 24 ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത പ്രകാരം 24/200 ഗ്രാം ആണെങ്കിൽ 24/200 ഗ്രാം ആണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ആഡ് ചെയ്യപ്പെടുന്ന റേഷ്യോ ആണ്. ആഡ് ചെയ്യപ്പെടുന്ന അല്ലെ? ആഡ് ചെയ്യപ്പെടുന്ന എത്രയാ? 9:25 കോപ്പർ അല്ലേ ആഡ് ചെയ്യപ്പെടുന്നേ അല്ലെ? കോപ്പറിന്റെ റേഷ്യോ 9 ആയിരുന്നു, അത് താഴേക്ക് വന്നപ്പോ എന്താ? 25 ആയി അല്ലെ? എത്ര ആഡ് ചെയ്യപ്പെടുന്നേ? 9ന്റെ കൂടെ എത്ര കൂട്ടിയാലാ? 16 കൂട്ടിയാലാണ് 25 ആവുക. അപ്പൊ ആഡ് ചെയ്യപ്പെടുന്ന റേഷ്യോ 16 ആണ്. 24/200 ആണെങ്കിൽ 200/24 ആണ് ഒരു റേഷ്യോ വരിക. ഇൻറ്റു 16 ചെയ്താൽ എനിക്ക് ആൻസർ കിട്ടും. ഫ്രാക്ഷനിലാണ് ഓപ്ഷൻസ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഡയറക്ട്ലി ഫ്രാക്ഷൻ ആയിട്ട് എഴുതിയേ ഉള്ളൂ. ചെയ്ത് നോക്കിക്കേ ഏത് ആൻസർ വരിക? യെസ്, ഏത് ആൻസർ വരിക? ഓപ്ഷൻ ഡി. യെസ്, കൊള്ളാം അല്ലെ? 24നെയും 16നെയും എനിക്ക് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 4 കൊണ്ട് ക്യാൻസൽ അല്ലെ? വേണ്ട, 8 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 8s are 24 ആണ്. 8 2s are 16 ആണ്. അപ്പൊ 200 × 2 എത്രയാണ്? 400. താഴെ 3 കിടപ്പുണ്ട്. 400/3 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, CGL ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ മറക്കരുതാത്ത കാര്യം എന്താണ്? ഇവിടെ സിങ്ക് ആഡ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സിങ്കിന്റെ റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കണം. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്തുവാ? ഇവിടെ കോൺസ്റ്റന്റ് അല്ലാത്തതിനെ ഞാൻ കോൺസ്റ്റന്റ് ആക്കണം. അതിന് റേഷ്യോ എന്ത് വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കുക, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, കോൺസ്റ്റന്റ് ആക്കുക. കോൺസ്റ്റന്റ് ആക്കിയതിനു ശേഷം മാത്രം ഇക്വേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് 24 ഇവിടെ കൊണ്ടുപോയി 8ന് കൊണ്ടുപോയി ഇടരുത്. 8 റേഷ്യോ ആണ് 24 എന്ന് പറയരുത്. നമ്മൾ റേഷ്യോയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇക്വേറ്റ് ചെയ്യാനുള്ള രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ റേഷ്യോ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? രണ്ടാമത് കൺസിഡർ ചെയ്യേണ്ടത് ഈ റേഷ്യോ തന്നെ ആയിരിക്കണം. ആ സാധനം മറന്നു പോകരുത്. ഓക്കെ ആണോ? ക്ലാരിറ്റി ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. A mixture contains alcohol and water in the ratio 4:3. If 5 liters of water is added to the mixture, the ratio becomes, വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യം, ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്ട്ലി ചെയ്തു. If 5 liters of water is added to the mixture, the ratio becomes 4:5. The quantity of alcohol in the given mixture is, അല്ലെ? ഏത് റേഷ്യോ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്? 4 റേഷ്യോ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത് അല്ലെ? 4 റേഷ്യോ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. യെസ്, നോക്കിക്കോ. നമുക്ക് തന്നിരിക്കുന്നത് എ മിക്സ്ചർ കണ്ടെയ്ൻസ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. ഒരു മിക്സ്ചറിൽ ആൽക്കഹോൾ ഉണ്ട്, വാട്ടർ ഉണ്ട്. റേഷ്യോ എത്രയാണ്? 4:3 ആണ്. അതിനുശേഷം പറയുന്നു 5 ലിറ്റർ വെള്ളം ആഡ് ചെയ്യപ്പെടുന്നു, പ്ലസ് എത്രയാ? 5 liters ഓഫ് വാട്ടർ ആണ് വരിക അല്ലെ? 5 ലിറ്റർ ഓഫ് വാട്ടർ ആഡ് ചെയ്യപ്പെടുന്നു. 5 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യപ്പെടുമ്പോൾ റേഷ്യോ എന്തായിട്ട് മാറുന്നു? 4:5 ആയിട്ട് മാറുന്നു. ഏത് റേഷ്യോ? ആൽക്കഹോൾ ആൻഡ് വാട്ടറിന്റെ റേഷ്യോ 4:5 ആയിട്ട് മാറുന്നു. ആഡ് ചെയ്യപ്പെടുന്ന വെള്ളമാണ് ആഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആൽക്കഹോളിന്റെ റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കണം. ആൽക്കഹോളിന്റെ റേഷ്യോ രണ്ടിടത്തും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് അവിടെ ഇക്വേറ്റ് ഡയറക്ട്ലി ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ? ആഡ് ചെയ്യപ്പെടുന്ന 5 ലിറ്റർ ആണെന്ന് പറഞ്ഞു. ശരിക്കും റേഷ്യോ പ്രകാരം എത്ര ആഡ് ചെയ്യപ്പെടുന്നത്? 3 5 ആയി. 3ന്റെ കൂടെ 2 കൂട്ടിക്കഴിയുമ്പോഴാണ് 5 ആവുക അല്ലെ? ഇനീഷ്യൽ ആയിട്ടുള്ളത്, ഇത് ഫൈനൽ ആയിട്ടുള്ളത്. ഇനീഷ്യൽ ആയിട്ടുള്ളതിലേക്ക് 5 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുമ്പോഴാണ് ഫൈനൽ റേഷ്യോ വരിക. അപ്പോൾ 2 റേഷ്യോ ആണ് ആഡ് ചെയ്യപ്പെടുക. 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ലിറ്റർ ആണ്. 2 റേഷ്യോ 5 ലിറ്റർ ആണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ ഇൻ ദ ഗിവൺ മിക്സ്ചർ. ആൽക്കഹോളിന്റെ റേഷ്യോ എത്രയാണ്? 4 ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് 4 റേഷ്യോ ആണ്. 5/2 ഗുണം 4 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഒരു റേഷ്യോയുടെ വാല്യൂ എത്രയായിരിക്കും? 5/2 ആണ് അല്ലെ? ആ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട കാര്യമില്ല, ഡയറക്ട്ലി ചെയ്തോ. 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം, 2 വരും. 5 × 2 എത്രയാണ് ആൻസർ വരിക? 10 ലിറ്റർ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ. യെസ്, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. യെസ്. അപ്പൊ ഇവിടെ ഡയറക്ട്ലി ഇക്വേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി എങ്ങനെയാ വന്നേ? കാരണം ഇവിടെ ആസിഡിന്റെ വാല്യൂ മുകളിലും താഴെയും കോൺസ്റ്റന്റ് റേഷ്യോയിലാണ് കിടക്കുന്നത്. അത് കോൺസ്റ്റന്റ് അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആക്കിയിട്ട് മാത്രമേ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. യെസ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. The ratio of volume of water and glycerin in 240 cc of a mixture. The ratio of volume of water and glycerin in 240 centimeter cube.
ഓഫ് എ മിക്സ്ചർ ഈസ് 1:3. cc എന്ന് പറയുന്നത് സെന്റിമീറ്റർ ക്യൂബ് ആണ്, ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ദ quantity of water in centimeter cube such that should be added to the mixture so that the new ratio of volumes of water and glycerin becomes 2:3. അല്ലെ, അപ്പോൾ വാട്ടറിന്റെയും ഗ്ലിസറിന്റെയും റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ആൻഡ് ഗ്ലിസറിൻ 240 റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ആൻഡ് ഗ്ലിസറിൻ ഇൻ 240 cc ഓഫ് എ മിക്സർ. മൊത്തത്തിലുള്ള വോളിയം 240 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അതിലുള്ള വാട്ടറിന്റെയും ഗ്ലിസറിന്റെയും വോളിയത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യപ്പെടുന്നു. വാട്ടർ ആഡ് ചെയ്യപ്പെടുമ്പോഴും റേഷ്യോ എന്തായിട്ട് മാറുന്നത്? 2:3 ആയിട്ട് മാറുന്നു. 2:3 ആയിട്ട് മാറുന്നു. അപ്പൊ ഇക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പോസിബിലിറ്റി നോക്കുക. ഗ്ലിസറിൻ ആഡ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല, ഗ്ലിസറിൻ ആഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ റേഷ്യോ കോൺസ്റ്റന്റ് ആണോ? റേഷ്യോ കോൺസ്റ്റന്റ് ആണ്. ഇനീഷ്യൽ റേഷ്യോ, ഫൈനൽ റേഷ്യോ. ആഡ് ചെയ്യപ്പെടുന്ന വാട്ടർ ആണ്. വാട്ടർ എത്ര ആഡ് ചെയ്യപ്പെടുന്നതിന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്? ഇല്ല, തന്നിട്ടില്ല. അല്ലെ, ആഡ് ചെയ്യപ്പെടുന്ന എത്ര വാട്ടർ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ആഡ് ചെയ്യപ്പെടുന്ന റേഷ്യോ പ്രകാരം എത്ര യൂണിറ്റ് ആണ്? 1 യൂണിറ്റ് ആണ്. അല്ലെ, ഒന്നിന്റെ കൂടെ 1 കൂട്ടിയാൽ 2 ആയി. അല്ലെ, 1 റേഷ്യോ ആയിരുന്നത് 2 ആയി. യെസ്, 1 റേഷ്യോ വാട്ടർ 2 റേഷ്യോ ആയി. അതിനർത്ഥം 1 റേഷ്യോ അവിടെ ആഡ് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ 1 യൂണിറ്റിന് റേഷ്യോ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ 1 യൂണിറ്റ് അവിടെ ആഡ് ചെയ്യപ്പെട്ടു. അല്ലെ, നോക്കിക്കേ, മൊത്തത്തിലുള്ളത് ഇനീഷ്യൽ ആയിട്ടുള്ളത് റേഷ്യോ പ്രകാരം 4 റേഷ്യോ ആണ്. 4 റേഷ്യോ ആണ് ഇനീഷ്യൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയാം, ടോട്ടൽ ക്വാണ്ടിറ്റി. 4 റേഷ്യോയുടെ എക്സാക്ട് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 240 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. 240 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. 240 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇനീഷ്യൽ ആയിട്ടുള്ള വാല്യൂ. അപ്പൊ 4 റേഷ്യോ എന്നുള്ളത് 240 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ 240 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ 240 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ 1 റേഷ്യോ എന്നുള്ള എത്രയായിരിക്കും? 60 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. 60 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ട 1 റേഷ്യോ തന്നെയാണ്. അപ്പോൾ 1 റേഷ്യോയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 60 സെന്റിമീറ്റർ ക്യൂബ്. 60 സെന്റിമീറ്റർ ക്യൂബ്. 60 സെന്റിമീറ്റർ ക്യൂബ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? 3 ഒന്നുകൂടെ കൂട്ടി 4 എങ്ങനെ വരുന്നു ഒന്നും കൺഫ്യൂഷൻ വരരുത്. റേഷ്യോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. വാട്ടറിന്റെ റേഷ്യോ 1, ഗ്ലിസറിന്റെ റേഷ്യോ 3, രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് മൊത്തത്തിലുള്ള വോളിയത്തിന്റെ റേഷ്യോ വരിക. 3 3 4 റേഷ്യോ ആണ് വോളിയത്തിന്റെ മൊത്തത്തിലുള്ള റേഷ്യോ എങ്കിൽ അതിന്റെ എക്സാക്ട് വാല്യൂ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 240 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അല്ലെ, 240 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ ആഡ് ചെയ്യപ്പെടുന്ന വാട്ടറിന്റെ റേഷ്യോ 1 റേഷ്യോ ആണ്. 1 റേഷ്യോ കണ്ടുപിടിക്കുക. 240 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 60 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇൻ എ മിക്സ്ചർ ഓഫ് 25 liters, the ratio of acid to water is 4:1. 25 ലിറ്ററിന്റെ ഒരു മിക്സ്ചറിലുള്ള ആസിഡിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ്. അതിനുശേഷം പറയുന്നു അനദർ 3 liters of water is added to the mixture. മിക്സറിലേക്ക് ഒരു 3 ലിറ്റർ വാട്ടർ കൂടെ ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം ആസിഡിന്റെയും വാട്ടറിന്റെയും റേഷ്യോ പുതിയ മിക്സ്ചറിൽ എത്രയാണ്? The ratio of acid to water in the new mixture is. അതാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അല്ലെ, നോക്കിക്കോ, എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? ആസിഡിന്റെയും വാട്ടറിന്റെയും ഇനീഷ്യൽ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:1 ആണ്. 4:1 ആണ്. അല്ലെ, 4:1 ആണ്. ഇനി നമുക്കറിയാം another 3 liters of water is added to the mixer. Another 3 liters of water is added to the mixer. അത് നെക്സ്റ്റ് റേഷ്യോ ഒന്നും തന്നിട്ടില്ല. പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 25 ലിറ്റർ ആണ്. അല്ലെ, 25 ലിറ്റർ ആണ്. റേഷ്യോയും നമുക്ക് തന്നിട്ടുണ്ട്. റേഷ്യോയും ടോട്ടൽ ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടോട്ടൽ ആയിട്ട് റേഷ്യോ പ്രകാരം വരിക 5 ആണ്. ടോട്ടൽ ആയിട്ട് റേഷ്യോ പ്രകാരം വരിക 5 ആണ്. 5 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ലിറ്റർ ആണ്. അല്ലെ, 4+1 എത്രയാണ്? 5 റേഷ്യോ ആണ്. 5 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ലിറ്റർ ആണ്. സ്വാഭാവികമായിട്ടും ഒരു റേഷ്യോയുടെ വാല്യൂ എന്തായിരിക്കും? 25 ഡിവൈഡ് ബൈ 5 5 ലിറ്റർ ആയിരിക്കും. ഒരു റേഷ്യോയുടെ വാല്യൂ 5 ലിറ്റർ ആയിരിക്കും. ഒരു റേഷ്യോയുടെ വാല്യൂ 5 ലിറ്റർ ആണെങ്കിൽ എനിക്ക് ആസിഡിന്റെയും വാട്ടറിന്റെയും എക്സാക്ട് ലിറ്റേഴ്സ് കണ്ടുപിടിച്ചുകൂടെ? ഒരു റേഷ്യോയുടെ വാല്യൂ 5 ആണെങ്കിൽ ആസിഡിന്റെ വാല്യൂ 4 റേഷ്യോ ആണ്. 4 റേഷ്യോ എന്ന് പറഞ്ഞാൽ 4 5 ആർ 20 ലിറ്റർ ആണ്. വാട്ടറിന്റെ വാല്യൂ എത്രയാണ്? വാട്ടറിന്റെ വാല്യൂ ഒരു റേഷ്യോ ആണ്. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ ആണ്. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ ആണ്. ഇനി ആഡ് ചെയ്യപ്പെടുന്ന എത്രയാ?
3 ലിറ്റേഴ്സ് വാട്ടർ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. 3 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാക്ട് വാല്യൂ കണ്ടുപിടിച്ചു. 5 ലിറ്റർ വെള്ളമാണ്. 5 ലിറ്റർ വെള്ളത്തിന്റെ കൂടെ 3 ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്യപ്പെടുന്നു. 8 ലിറ്റർ വെള്ളമായിട്ട് മാറുന്നു. 8 ലിറ്റർ വെള്ളമായിട്ട് മാറുന്നു അല്ലെ. 8 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് വരുന്നതെങ്കിൽ 8 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് വരുന്നതെങ്കിൽ പുതിയ റേഷ്യോ ആസിഡ് ഈസ് ടു വാട്ടറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ആസിഡിന് വ്യത്യാസം വരുന്നില്ല, 20 ലിറ്റർ ആണ്. വാട്ടറിന് വ്യത്യാസം വരുന്നുണ്ട്. 3 ലിറ്ററോടെ കൂടി എത്ര ലിറ്റർ ആയി? 8 ലിറ്റർ ആയി. 3 ലിറ്ററോടെ കൂടി 8 ലിറ്റർ ആയി. രണ്ടിനെയും ക്യാൻസൽ ചെയ്യാം. 4 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 20നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5, 8നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2. എസ് ശരിയാണ്. ഓപ്ഷൻ എ 5:2 ആണ് ആൻസർ ആയിട്ട് വരിക. 5:2 ആണ് ആൻസർ ആയിട്ട് വരിക. എളുപ്പമാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഇക്വേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? 4:1 5 റേഷ്യോ ആണ്. 25 ലിറ്റർ. 1 റേഷ്യോ 5 ലിറ്റർ ആണ്. ആസിഡിന്റെ വാല്യൂ അതിൽ നിന്ന് എക്സാക്ട് വാല്യൂ 4 റേഷ്യോ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു. 4 റേഷ്യോ 20 ലിറ്റർ ആണ്. വാട്ടറിന്റെ എക്സാക്ട് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുന്നു 5 ലിറ്റർ ആണ്. വാട്ടർ ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. 3 ലിറ്റർ കൂടെ കൂട്ടി കഴിയുമ്പോൾ വാട്ടറിന്റെ വാല്യൂ 8 ലിറ്റർ ആണ് വരിക. അപ്പൊ 20:8 വരും ആസിഡ് ഈസ് ടു വാട്ടർ റേഷ്യോ. 20:8 എന്ന് പറഞ്ഞാൽ 5:2 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ചോദ്യം വീണ്ടും ഒരു അലോയുടെ ചോദ്യം. ഇൻ ആൻ അലോയ് ദ റേഷ്യോ ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. കോപ്പറിന്റെയും സിങ്കിന്റെയും റേഷ്യോ ഒരു അലോയിലുള്ളത് എത്രയാണ്? 5:2 ആണ്. ഇഫ് 1.250 kilogram of zinc is mixed in 17 kg 500 gram of alloy, then the ratio of copper and zinc will be. ഇപ്പൊ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന പ്രകാരം മൊത്തത്തിലുള്ളത് 17 kg 500 gram ആണ്. 500 gram ആണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 17.5 kg എന്ന് എഴുതിക്കൂടെ? 17.5 kg എന്ന് എഴുതിക്കൂടെ? 17.5 kg ആണ് അലോയി ഉള്ളത്. ഈ അലോയില് ശരിക്കും റേഷ്യോ പ്രകാരം എത്രയാ വരിക? 7 ആണ് വരിക. അപ്പോ 7 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17.5 kg ആണ്. 7 റേഷ്യോ 17.5 kg ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കറിയാം ഒരു റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 17.5 ഡിവൈഡഡ് ബൈ 7 ആണ്. എത്ര വരും? 17.5 ഡിവൈഡഡ് ബൈ 7 175 ഡിവൈഡഡ് ബൈ 7 നോക്കിയാൽ മതി. എത്ര വരും? 25 ആണ്. 2.5 kg വരും. 2.5 kg വരും അല്ലെ. ഇത്ര നേരം ചെയ്തതിന് ഒരു റിവേഴ്സ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നോക്കിയേ, ഒരു റേഷ്യോ എന്ന് പറയുന്നത് 2.5 kg ആണ്. എനിക്ക് ആഡ് ചെയ്യേണ്ടത് എത്രയാണ്? ആഡ് ചെയ്യുന്നത് 1.250 കിലോഗ്രാം ആണ്. 1.250 കിലോഗ്രാം ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. അതായത് 2.5ന്റെ പകുതിയാണ് 1.250 കിലോഗ്രാം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എത്ര വരും? പറഞ്ഞേ, റേഷ്യോ എത്ര വരും? ഒരു റേഷ്യോ 2.5 കിലോഗ്രാം ആണെങ്കിൽ 1.250 kg എന്ന് പറയുന്നത് എത്ര റേഷ്യോ ആയിരിക്കും? 2.5ന്റെ പകുതിയാണ് 1.250. അങ്ങനെയാണെങ്കിൽ 1ന്റെ പകുതി എടുക്കുക. 1ന്റെ പകുതി എന്ന് പറയാൻ എത്രയാ? 0.5 ആണ്. 0.5 ആണ്. 0.5 ആണ്. ഓക്കെ ആണല്ലോ. ഇനി എന്തുവാ ആഡ് ചെയ്യപ്പെടുന്നത്? ആഡ് ചെയ്യപ്പെടുന്നത് സിങ്ക് ആണ്. സിങ്ക് ആഡ് ചെയ്യപ്പെടുന്ന ഏത് റേഷ്യോയാ? 0.5 റേഷ്യോ ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. 0.5 റേഷ്യോ ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. 0.5 റേഷ്യോ ആണ് ആഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും കോപ്പർ ആഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ റേഷ്യോ 5 തന്നെയായിട്ട് നിലനിൽക്കും. സിങ്ക് ആഡ് ചെയ്യപ്പെടുന്നത് 0.5 റേഷ്യോ ആണ്. 0.5 റേഷ്യോ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് വരും 2.5. 2 റേഷ്യോ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇത് 2 റേഷ്യോ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. 2 റേഷ്യോയുടെ കൂടെ 0.5 കൂടെ കൂട്ടി കഴിയുമ്പോൾ എത്രയായിട്ട് മാറി? 2.5 ആയിട്ട് മാറി. 5നെയും 2.5നെയും ക്യാൻസൽ ചെയ്യാം. 2:1 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? 17 kg 500 gram എന്നുള്ളത് 17.5 kg ആണ്. അതിൽ നിന്നും നമുക്കറിയാം ഇനീഷ്യൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി റേഷ്യോ പ്രകാരം മൊത്തത്തിലുള്ള ക്വാണ്ടിറ്റി 7 ആണ്. അലോയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. റേഷ്യോ പ്രകാരം 7 എന്നുള്ളത് എന്തായിരിക്കണം? 17.5 kg ആയിരിക്കണം. 7 റേഷ്യോ 17.5 kg ആണെങ്കിൽ ഒരു റേഷ്യോ 2.5 കിലോഗ്രാം ആണ്. 2.5 കിലോഗ്രാം ആണ് അല്ലെ? യെസ്. ഇനി നോക്കിക്കോ, 2.5 കിലോഗ്രാം ആണെങ്കിൽ എനിക്ക് ആഡ് ചെയ്യപ്പെടുന്ന എത്ര കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. എത്രയാ? 1.250 കിലോഗ്രാം ഓഫ് സിങ്ക് ആണ് ആഡ് ചെയ്യപ്പെടുന്നത്.
ഒരു റേഷ്യോ 2.5 കിലോഗ്രാം ആണ്. എനിക്കറിയാം 2.5ന്റെ പകുതിയാണ് 1.250. അതാണ് ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള മാത്സ് ചെയ്യുന്നത് എളുപ്പത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. 2.5ന്റെ പകുതിയാണ് 1.250. അങ്ങനെയാണെങ്കിൽ റേഷ്യോ 1ന്റെ പകുതി എടുത്താൽ മതി. 0.5 റേഷ്യോ ആയിരിക്കും 1.250 കിലോഗ്രാം. അപ്പോൾ 2 റേഷ്യോ ആണ് സിങ്ക് ആദ്യം കിടക്കുന്നത്. അതിന്റെ കൂടെ 0.5 റേഷ്യോ കൂടെ ആഡ് ചെയ്യപ്പെടുന്നു. 0.5 റേഷ്യോ കൂടെ ആഡ് ചെയ്യപ്പെടുമ്പോൾ മൊത്തത്തിലുള്ള കോപ്പർ ഈസ് ടു സിങ്ക് റേഷ്യോ 5:2.5 ആകുന്നു. രണ്ടിനെയും 5 കൊണ്ട് ഹരിച്ച് രണ്ടിനെ 2.5 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്ത് വരും? 2:1 റേഷ്യോ വരും. 2:1 റേഷ്യോ വരും. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ മെൻഷൻ ചെയ്തോളൂ. യെസ്, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. A vessel contains 32-liter solution of acid and water in which the ratio of acid and water is 5:3. ആസിഡിന്റെ വാട്ടറിന്റെ 32 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. 32 ലിറ്റർ സൊല്യൂഷൻ, ആ 32 ലിറ്റർ സൊല്യൂഷനുള്ള ആസിഡിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. ഇഫ് 12 liters of solution are taken out, 7.5 liters of water are added to it. അതായത് സൊല്യൂഷൻ മൊത്തത്തിൽ ആസിഡും വെള്ളം കൂടെ കൂടിയതാണ്. അതിൽ നിന്നും 12 ലിറ്റർ സൊല്യൂഷനെ മൊത്തത്തിൽ വെളിയിലേക്ക് എടുക്കുന്നു. മൊത്തത്തിൽ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് 7.5 ലിറ്റർ വെള്ളം മാത്രമായിട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ആണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ഇൻ ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ? അങ്ങനെയാണെങ്കിൽ ആ വെള്ളം, അതായത് 12 ലിറ്റർ സൊല്യൂഷനെ മാറ്റി 12 ലിറ്റർ സൊല്യൂഷൻ മാറ്റി കഴിഞ്ഞിട്ട് വെള്ളം ആഡ് ചെയ്യുമ്പോൾ വരുന്ന റേഷ്യോ എത്രയാണ്? അതാണ് ചോദ്യം. യെസ്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് രണ്ട് കൊനിഷ്ടുകളുണ്ട്. അപ്പൊ അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ കാര്യം നമ്മൾ ഫസ്റ്റ് ബേസിക് പോയിന്റ് ആയിട്ട് പഠിച്ചാണ്. എന്താണ് ആ ബേസിക് പോയിന്റ് എന്ന് പറയുക? നോക്കിക്കോ, ഒരു ക്യാനിൽ 32 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. 32 ലിറ്റർ സൊല്യൂഷനിലുള്ളത് ആസിഡും വാട്ടറുമാണ്. ആസിഡിന്റെയും വാട്ടറിന്റെയും റേഷ്യോ 5:3 ആണ്. ഇനി ഇതിൽ നിന്നും 20 ലിറ്റർ എടുത്ത് മാറ്റുന്നു. 20 ലിറ്റർ എടുത്ത് ഞാൻ വേറൊരു ക്യാനിലേക്ക് ഒഴിക്കുവാണ്. ഈ 20 ലിറ്ററിലും എന്ത് വരുന്നുണ്ട്? ആസിഡും വാട്ടറും വരുന്നുണ്ട്. ആ 20 ലിറ്ററിലുള്ള ആസിഡിന്റെയും വാട്ടറിന്റെയും റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 5:3 തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. മിച്ചം ഇവിടെ ഉള്ള എത്രയാണ്? 32 ലിറ്റർ ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. മിച്ചമുള്ള എത്രയാണ്? മിച്ചമുള്ള എത്രയാണ്? സോറി, ചെറിയ മിസ്റ്റേക്ക്. എത്ര ലിറ്റർ എടുത്തു? 12 ലിറ്റർ ആണ് എടുത്തു മാറ്റുന്നത്. 12 ലിറ്റർ ആണ് എടുത്തു മാറ്റുന്നത്. ആ 12 ലിറ്ററിലുള്ള ആസിഡിന്റെ വാട്ടറിന്റെ റേഷ്യോ എത്രയാണ്? 5:3 ആണ്. മിച്ചമുള്ള എത്രയായിരിക്കും? 32ൽ നിന്ന് 12 പോയി കഴിഞ്ഞാൽ എനിക്ക് വരിക 20 ലിറ്റർ ആയിരിക്കും. 32ൽ നിന്ന് 12 പോയി കഴിഞ്ഞാൽ എനിക്ക് വരിക 20 ലിറ്റർ ആയിരിക്കും. 20 ലിറ്ററിലുള്ള ആസിഡിന്റെ വാട്ടറിന്റെ റേഷ്യോ എന്തായിരിക്കും? 5:3 ആയിരിക്കും. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച പോയിന്റ്. റേഷ്യോ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. റേഷ്യോ വിൽ ബി ഓൾവേസ് മെയിൻറ്റെയിൻ. മിക്സറിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്നും എത്ര സൊല്യൂഷൻ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും എക്സ്ട്രാ ആയിട്ട് സാധനം ആഡ് ചെയ്യുന്നത് സെക്കൻഡ് കേസ് ആണ് പറയുന്നത്. എക്സ്ട്രാ ആയിട്ട് സാധനം ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് റേഷ്യോ മാറും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് മിക്സറിലെ റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും. മിക്സറിലെ റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ആസിഡ് ഈസ് ടു വാട്ടർ റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും. 5:3 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്, നമുക്ക് ഈ റേഷ്യോ വെച്ച് ഇക്വേറ്റ് ചെയ്യാം അല്ലെ? എന്താണ് ഇക്വേറ്റ് ചെയ്യുന്നത്? 5:3 നമുക്കറിയാം മൊത്തത്തിൽ 8 റേഷ്യോ ആണ്. 8 റേഷ്യോ എന്നുള്ളത് കൊണ്ടുപോയി 32 ലിറ്റർ എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഒരു റേഷ്യോ 4 ലിറ്റർ ആയിട്ട് കിട്ടും. ഇത് തെറ്റാണ്. നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത് എന്താ? ഇതിൽ നിന്നും 12 ലിറ്റർ എടുത്തു മാറ്റുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത് അല്ലെ? 12 ലിറ്റർ എടുത്ത് അപ്പൊ മൊത്തത്തിലുള്ളത് 32 ലിറ്റർ ആണ്. അതിൽ നിന്ന് 12 ലിറ്റർ എടുത്ത് മാറ്റി കഴിയുമ്പോൾ സൊല്യൂഷൻ മിച്ചം വരും 20 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ഇനി 20 ലിറ്റർ വെച്ച് വേണം ഇക്വേറ്റ് ചെയ്യാൻ. എടുത്തു മാറ്റി കഴിഞ്ഞ് മിച്ചമുള്ളത് വെച്ച് വേണം ഇക്വേറ്റ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. മൊത്തത്തിലുള്ള റേഷ്യോ 8 ആണ്. 8 റേഷ്യോ എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇത് വേണം ഇക്വേറ്റ് ചെയ്യാൻ. ഫസ്റ്റിലെ പോയിന്റുമായിട്ട് കൺഫ്യൂഷൻ വരരുത്. 8 റേഷ്യോ 32 ലിറ്റർ ആണ്. 32 ലിറ്റർ വെച്ച് ഇക്വേറ്റ് ചെയ്യരുത്. ഇക്വേറ്റ് ചെയ്യേണ്ടത് എന്ത് വെച്ചാണ്? 20 ലിറ്റർ വെച്ചാണ്. കാരണം 12 ലിറ്റർ എടുത്ത് മാറ്റുന്നുണ്ട്. ഓക്കെ ആണല്ലോ. യെസ്. 8 റേഷ്യോ 20 ആണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു റേഷ്യോ 20/8 ആണ്. 20/8 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 2.5 വരും. ഓക്കെ ആണല്ലോ.
ഒരു റേഷ്യോ എന്ന് പറയുന്നത് 2.5 ആണ്. 2.5 ആണ്. 1 റേഷ്യോ എന്ന് പറയുന്നത് 2.5 ആണ്. ആഡ് ചെയ്യപ്പെടുന്നത് എന്താണ്? വാട്ടർ ആണ്. ആഡ് ചെയ്യപ്പെടുന്നത് വാട്ടർ ആണ്. വാട്ടറിന്റെ റേഷ്യോ 7.5 ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. 7.5 എന്ന് പറഞ്ഞാൽ 7.5 ആണ് അല്ലെ? നോക്കിക്കേ, 2.5നെ 7.5 ആക്കാൻ ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പൊ റേഷ്യോ ഇൻറ്റു 3 ചെയ്യുക. ഒരു റേഷ്യോ 2.5 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 3 റേഷ്യോ ആയിരിക്കും 7.5 വരിക. ഒരു റേഷ്യോ 2.5 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 3 റേഷ്യോ ആയിരിക്കും 7.5 വരിക. 3 റേഷ്യോ 7.5 ആണെങ്കിൽ ആഡ് ചെയ്യപ്പെടുന്നത് ഈ 7.5 ലിറ്റേഴ്സ് ആണ് അല്ലെ? ആഡ് ചെയ്യപ്പെടുന്ന ഈ 7.5 ലിറ്റേഴ്സ് ആണ് അല്ലെ? അപ്പൊ ആഡ് ചെയ്യപ്പെടുന്ന റേഷ്യോ പ്രകാരം എത്രയായിരിക്കും? +3 റേഷ്യോ ആയിരിക്കും. അപ്പോൾ 5:2 എത്ര വരിക? 5:6 ആണ് ആൻസർ ആയിട്ട് വരിക. 3 + 3 ആസിഡ് ഈസ് ടു വാട്ടറിന്റെ റേഷ്യോ എത്രയാണ്? 5:6. ആസിഡ് ഈസ് ടു വാട്ടറിന്റെ റേഷ്യോ എത്രയാണ്? 5:6. 5:6. ക്ലിയർ ആണോ? ഇക്വേറ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. 32 ലിറ്ററിൽ നിന്നും 12 ലിറ്റർ എടുത്ത് മാറ്റുന്നുണ്ട്. അത് വെച്ചാണ് നമ്മൾ 20 ലിറ്റർ വെച്ച് ഇക്വേറ്റ് ചെയ്യുക. 20 ലിറ്റേഴ്സ് വെച്ച് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? യെസ്. ഇല്ലെങ്കിൽ വൈൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.